said it, and your face can say it all, so I know you meant it. And if I lose my way, will I know where to find you? Will I know where to find you? Then I looked you in the eyes with the promise, light brighter than the stars, I'll finish what I started. And if you lose your way, you'll know where to find me. In the dark of the night, follow the light, come back home. In the dark of the night, follow the light, come back home. I saw you standing there with an open heart and with open arms. You welcomed me. I heard you speak my name with thunder and lightning pierced through the shadows as you welcomed me. As you welcomed me. In the dark of the night, follow the light, come back home. In the dark of the night, follow the light, come back home. Through wind and wave, I'm whispering, are you listening? In the dark of the night, follow the light, come back home. In the dark of the night, follow the light, come back home.
മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യം വാനവനോനാ, വാത്സല്യം വാനവനോനാ, വാഴ്ത്തുക നീ മനമേ, മനനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, മനനെ വാഴ്ത്തുക നീ മനമേ, നന്മയാൽ വാഴ്ക്കവൻ തൃപ്തിയെ തന്നു, നന്മയാൽ വാഴ്ക്കവൻ തൃപ്തിയെ തന്നു, നവ്യമാകും നവ്യൗവനമെന്ന്, നവ്യമാകും നവ്യൗവനമെന്ന്, വാഴ്ത്തുക നീ മനമേ, ഭാരരെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, ഭാരരെ വാഴ്ത്തുക നീ മനമേ. ഒരു സങ്കീർത്തന ഭാഗം വായിക്കുന്നു. 20-ാം സങ്കീർത്തനം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ, നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജീവിതത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ, യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരമരുളും. ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൽക്കാലം നമ്മേവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അല്പസമയം നമ്മെ ദൈവകരങ്ങൾ സമർപ്പിക്കാമല്ലോ. പ്രത്യേകിച്ച് പ്രിയ ഫിൽസിയെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദിനം. വലിയ ജീവിതത്തിൽ ദൈവം നൽകിയല്ലോ, അനുഗ്രഹിക്കപ്പെട്ടതായ വഴികളെ കർത്താവ് ഒരുക്കിയല്ലോ. എല്ലാം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് വൽക്കാലം നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിൽ നിന്ന് അവനോട് ചേർത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ കർത്താവ് സൂക്ഷിച്ച് പരിപാലിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കടന്നു വരേണ്ടതായ മറ്റേ പ്രിയപ്പെട്ടവരെ തക്ക സമയത്ത് സന്തോഷത്തോടെ ക്ഷേമത്തോടെ എത്തിച്ചേരുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിയുക്തവരനെയോർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ യാത്രയിലെ ദൈവകൃപ പകർന്ന് തക്ക സമയത്ത് ക്ഷേമത്തോടെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗപിതാവേ, തിരുസന്നിധിക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സമയത്തിന് കൂടാതെ തിരുനാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. കാലാകാലങ്ങളിലായി കർത്താവിനെ കണ്ടെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നത് ദൈവകൃപയും പ്രത്യാശയും കർത്താവിന്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ മേൽ പകർന്ന അർഹതയില്ലാത്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹത്തിനായി കുടുംബമായി തർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. കൊടുത്തെല്ലാ ജീവിതാനുഭവങ്ങൾക്കായി സ്തോത്രം വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളെ ചെറിയ പ്രായമുതലൂരിയ ദൈവം അവളെ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അവയെ അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസവും നല്ല ജോലിയൊക്കെ ദൈവം ഒരുക്കിയിരുന്നു. മനുഷ്യനായിരിക്കുന്ന നല്ല ജാനവിന് തക്കതായി തുണി ഉണ്ടാക്കി കുടുംബ തിരുവത്തിൽ വായിക്കും പോലെ ദൈവമേകാഗ്നികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു എന്ന് ഞങ്ങൾ തിരുവത്തിൽ വായിക്കും പോലെ
കർത്താവിന്റെ സമയമായപ്പോൾ എൻ്റെ മകളുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകൾക്കായി സ്തോത്രം. ചില ദിവസങ്ങൾക്ക് മുൻപ് ഇന്ന് വിവാഹം നടത്തത്തക്കെന്ന് നിശ്ചയിച്ചുറപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം അത് പൂർത്തീകരിക്കപ്പെടേണ്ടതിനു വേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. ആ വിഷയത്തിൽ കാണിച്ച എല്ലാ കരുണകൾക്കായി സ്തോത്രം. വാത്സല്യ മകളെ എത്ര കരുണകളെ ഏൽപ്പിക്കുന്നുള്ള ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് ഇന്ന് പകൽ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ വലിയ കൃപകൾ ധാരാളം പകരണമേ. അവളുടെ ഭാവി ജീവിതം ഏറ്റവും ധന്യമാക്കി തീർക്കണമേ. അവൾ കൊണ്ടിരിക്കപ്പെട്ട മകനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. തലകളുണക്കി എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചിന്തയിലൂടെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം. ആമേൻ. നമുക്ക് വീണ്ടും പ്രിയ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, വീട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്ത് ഞങ്ങളുടെ ജീവിതയാത്രയിൽ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും വിടുതലും നൽകി ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കുന്ന വലിയ ദയക്കായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നീ നൽകിയതായ ചെറുതും വലുതുമായ ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് വാൽക്കാലം ഏഴങ്ങളുടെ പാതകൂടെ കടന്നു വരുവാൻ സ്വർഗം ഒരുക്കിയ വലിയ ദയക്കായി സ്തോത്രം. ഇന്ന് വാൽക്കാലം പടികളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദാസൻ ബിജു ഭാസ്കറായി സ്തോത്രം. കുടുംബത്തോട് മാനിക്കണമേ. ഇന്ന് വാൽക്കാലം ഹല്ലേലൂയ. മക്കളുടെ നന്മകളും ഭാവിയുടെ അനുഗ്രഹങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ പ്രിയപ്പെട്ടവരെ കുടുംബമായി ഒരുക്കി അവിടുന്ന് വിടുവിച്ച വലിയ ദയക്കായി സ്തോത്രം. നൽകിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷം മൂത്തുപേരിച്ചായി സ്തോത്രം. ജന്മം മുതൽ ഇന്ന് വരെയും അവിടുന്ന് സൂക്ഷിച്ചോ. ജീവനും ഭക്തിയും വേണ്ടതൊക്കെ നൽകി അവിടുന്ന് മാനിച്ച് അനുഗ്രഹിച്ച വലിയ ദയക്കായി സ്തോത്രം. നല്ല വിദ്യാഭ്യാസങ്ങളെ നൽകിയല്ലോ, നല്ല ജോലികളെ ഒരുക്കിയല്ലോ. ഹല്ലേലൂയ. അതിന്റെ നന്മകൾ പ്രാപിപ്പാൻ ഹല്ലേലൂയ, അതിന്റെ വിടുതൽ അനുഭവിപ്പാൻ സ്വർഗം ഇടിയാക്കിയ വലിയ ദയക്കായി സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളായിരുന്ന സ്ഥാനത്തൊക്കെയും അവിടുന്ന് സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഒരു ക്ലേശമോ ഭാരമോ പ്രതികൂലമോ കൂടാതെ സ്വർഗം അവിടുന്ന് പരിപാലിക്ക. നിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. തക്ക സമയത്തെ കർത്താവേ ഭാവിച്ചു വേണ്ടി നീ അവിടുന്ന് കരുതി. ഹല്ലേലൂയ. മനുഷ്യനേകനായിരിക്കും നന്നില്ല, തക്ക തുണിയെ ഒരുക്കി കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞ വലിയ ദൈവമേ, പ്രിയവലിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ എല്ലാ നല്ല വഴികൾക്കായി സ്തോത്രം. ഇന്ന് വാൽക്കാലം കർത്താവേ ഹല്ലേലൂയ. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഭൂമിയിലെ സകല പുഷ്ടികളും നൽകി പ്രിയവലിനോട് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രിയവലിന് വേണ്ടി ഒരുക്കപ്പെട്ട നിയുക്തവരനായ സ്തോത്രം. പ്രിയസ്വനെ സഹായിക്കണം. നിന്റെ ഭവനത്തെ ഓർക്കുന്നു. നിന്റെ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. അവർ യാത്രകളിലും നിന്റെ കൃപ പകരണമേ പ്രാർത്ഥിക്കുന്നു. ഇതുപോൽക്കാലം നടക്കുന്ന ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രിയവിനിശ്ചയങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. വലിയോട് കണ്ണ് കാണിക്കണമേ, വലിയോടൊന്ന് വിടുവിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയം എടുക്കാണ്, രക്തത്താൽ ജയം എടുക്കാണ്. ഇവല രജതന ഹസ്തര രാമന ഹൗഡര ഷൗദര രജതന ഹസ്ത ജനതൽ കടകാ രജതൽ ഹൗഡ ഷൗദ രാജാ രജത ഹസ്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോൽക്കാലം കർത്താവേ പ്രിയ പൈതലിനെ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയങ്ങൾ ഒന്നുചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. തന്റെ ഭാവി അനുഗ്രഹമാറ്റി കർത്താവിടിയാക്കണം. തന്റെ കുടുംബ ജീവിതം അനുഗ്രഹത്തിനായി കർത്താവിടിയാക്കണമേ. ഹല്ലേലൂയ. അവൾ കടന്നു ചെല്ലുന്ന ഭവനം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ സ്വർഗം ഇടിയാക്കണമേ. ഹല്ലേലൂയ. സഭ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ സ്വർഗമോട് നിരയാക്കണമേ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുവിക്കുന്ന സഹായിക്ക് അവിടുന്ന് സൂക്ഷിച്ച ശക്തീകരിക്കുന്ന വലിയ ദയക്കായി സ്തോത്രം. പ്രാർത്ഥനയിൽ സഹകരിച്ചതായ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ഏവരെയും അവിടുന്ന് വിടുവിക്കണം. നിങ്ങളുടെ യാത്രകളിലെ നിന്റെ കൃപ പകരണമേ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായി നൽകണം. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്ന് വിടുവിക്കണമേ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ വീണ്ടും നിങ്ങളുടെ കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ നാമത്തിൽ അടിയങ്ങളെ ഒന്നു ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യാമല്ലോ. എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യാമല്ലോ. എല്ലാവർക്കായി സ്തോത്രം ചെയ്യാമല്ലോ. പുരുഷകളെ മാനിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാമല്ലോ. നമ്മുടെ കഥാനിഷ്യമായ യേശുക്രിസ്തുവിന്റെ പിതാവായ ആശിസുവിൻ പരിശുദ്ധാത്മാന്റെ സുവാസം കൂട്ടായ്മയും കാവലും അനുഗ്രഹം നമ്മുടെ കൂടെയും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും സകല വിശുദ്ധന്മാരോടും ഇന്ന് നടക്കാൻ പോകുന്ന ശുശ്രൂഷകൾ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. Yeah, I doubt myself, and I'm too proud to ask for help.
when you see me beside myself. I don't have to explain it, baby. Yeah, I'm over picking fights and trying to mend it with the high. Don't wanna know that I'm not right. I never have been lately, lately. Yeah, sometimes I need someone to pick me up, overdose my mind with the things I love. You can take me there when my heart beats free. Take my hand in the middle of a crisis. Pull me close, show me, baby, where the light is. I was scared of how I couldn't silence, but you made me feel good. I like it. Take my hand in the middle of a crisis. Pull me close, show me, baby, where the light is. I was scared of how I couldn't silence, but you made me feel good. I like it. You made me feel good. Yeah, I get overwhelmed when all these problems burn like hell. Maybe I just need a friend who never calls me crazy, crazy. You pull me off the front line before I run, keep me cool when I get overdone. You can take me there when my heart's peace free. Take my hand in the middle of a crisis. Pull me close, show me, baby, where the light is. I was scared of how I couldn't silence, but you made me feel good. I like it. Take my hand in the middle of a crisis. Pull me close, show me, baby, where the light is. I was scared of how I couldn't silence, but you made me feel good. I like it. You made me feel good. I like it. You made me feel good. Taking the weights off to help with the pressure. And now it's you stressing, thinking it mattered. Here with you for hours, but it feels like seconds. It's only moments and I'm in heaven. It's only moments and I'm in heaven. Oh, you make me feel good. You make me feel good. You make me feel good. I like it. Take my hand in the middle of the crisis. Pull me close, show me, baby, where the light is. I was scared of how I couldn't silence, but you make me feel good. I like it. Na 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 na. Oh, oh. Na 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 na. Were creation suddenly articulate with 1,000 tongues to lift one cry? Then from north to south and east to west, we'd hear Christ be magnified. Were the whole earth echoing his imminence? His name would burst from sea and sky, and from rivers to the mountain top.
eyes, 'cause you're there too. I won't be formed by feelings, I hold fast to what is true. If the cross brings transformation, then I'll be crucified with you. 'Cause death is just the doorway into resurrection life. And if I join you in your suffering, then I'll join you when you rise. Praise the Lord. 45-ാം സങ്കീർത്തനം വായിക്കുന്നു. എന്റെ ഹൃദയം നിശ്ചയതാൽ കവിയുന്നു, എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരുടെ സുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാളരച്ച് കിട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് ഈ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ മകനെയും ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തെ അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്നെ കൂട്ടുകാരപരമായി നിര്യാണതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം ഓറും ചന്ദനവും ജലവും കൊണ്ടുള്ള സുഗന്ധമായിരിക്കുന്നു. ലജ്ജാമന്ദിരങ്ങളിൽ നിന്ന് കവിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഉപയുക്തങ്ങൾ അടങ്ങി നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാം, നോക്കുക, ചെവിച്ചായിക്ക. സ്വജനത്തെയും നിന്റെ മൃദുഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിക്കുക. സ്വർഗ്ഗവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാണിച്ചു വെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തൊഴിൽമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകർന്നിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികളിൽ നിന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഇടയ്ക്കാം. ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണഭൂതനായി തീർന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, നല്ല പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവരുടെ സ്തുതി എപ്പോഴും ഒരു നാവിലിരിക്കുമെന്ന് സഹിതക്കാട് ചേർന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച കർത്താവിന് നന്ദി പറയുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്ന ദാസന്മാരായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൂരത്തുനിന്നും ചേർത്തും ഒക്കെ യാത്ര ചെയ്ത് തക്കസമയത്തോട് വന്നെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ അവിടുത്തെ അഭിഷിക്തന്മാർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അധ്യക്ഷനായിട്ട് വിവാദ ശുശ്രൂഷയെ നയിക്കുന്ന കർത്താവദാസനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സ്ഥിതി ദോസാരനെയും കർത്താവെ കൊണ്ടുവന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പുള്ളിക്കാരൻ നമ്മുടെ ദാസനെയും അഭിഷേകത്താൽ നിറച്ച് ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. നാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. മനോഹരമായ സമയത്തിനാണ് സ്തോത്രം. ഇരുഭവനങ്ങളും നിരുദാസന്മാരും പ്രാർത്ഥിച്ച പ്രകാരം ഇന്ന് ഒരു കാലം വിവാഹവേദിയിലേക്ക് നിങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കടന്നു വരുവാനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇരുഭാഗം നടന്ന യാത്രകൾക്കൂടെയും പ്രകൃതിയൊക്കെ അനുഗ്രഹ ദൈവത്വത്തോടെ നടത്തിയല്ലോ. തുറന്നു ചേർച്ച വഴിയുള്ളവനെ പ്രവേശിക്കുന്ന കർത്താവെ, ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവരെ സഹായിക്കും, അനുഗ്രഹിക്കുന്നു. അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം എല്ലാം കൊടുത്തു. തക്ക സമയത്ത് തക്ക തുണയൊരുക്കുന്ന ദൈവം
അവർ വേണ്ടി വരികയും നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ആശീർവദിക്കുന്ന സൂപ്രണ്ട് പ്രിയ വാഴ്ത്തുന്നു. കടന്നുവരുവാനോടെയായി എല്ലാ ശുശ്രൂഷകളെയും മാനിക്കണം. എല്ലാ ദൈവദാസന്മാരെയും സമർപ്പിക്കണം. എല്ലാവരോടും കൂടെയും സഹായിക്കണം, പ്രാർത്ഥിക്കണം. ശുശ്രൂഷകളെല്ലാം കർത്താവെ എല്ലാം ഒരുപോലെ അനുഗ്രഹമാണ്. പാടുന്നവർക്കായി സ്തോത്രിക്കുന്നു. ഞങ്ങൾ പേടിയും കർത്താവിനാമതിരവേക്ഷിക്കും. കൃപയുണ്ടാകുമാറാകണേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷകരമായ അനുഗ്രഹീതമായ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം കടന്നു വന്ന് നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ പോളിൻ്റെയും വിൻസിയുടെയും വിവാഹ ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകൻ പോൾ പി എൽദോസ്, പ്രിയ മകൾ ബെൻസി സാമുവൽ ബിജു, ഇരുവരും വളരെ അനുഗ്രഹീതരായ ദൈവ മക്കളാണ്. അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയും അവരുടെ ആഗ്രഹത്തിൻ്റെ ഫലമായി തക്ക സമയത്ത് അനുഗ്രഹീതമായ നിലയിൽ ആലോചനകൾ പൂർത്തീകരിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥനാപൂർവം പ്രിയ കുഞ്ഞുങ്ങളെ ഒരുക്കി ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും സാന്നിധ്യത്തിൽ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരുക കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്നത് നമുക്കേവർക്കും ബഹുമാന്യനും പ്രിയവുമുള്ള ദൈവസഭയുടെ സൗത്ത് ഏഷ്യൻ സൂപ്രണ്ട് റവറൻ സിസി തോമസ് അവരുകളാണ്. അദ്ദേഹം തക്ക സമയത്ത് തന്നെ ഇവിടെ ആഗതനായി പ്രത്യേകമായ വന്ദനം ഈ തരുണത്തിൽ അറിയിക്കും. കർത്താവിൽ ബഹുമാന്യരായ ദേവദാസന്മാരുടെ സാന്നിധ്യം ഈ ഭാഗ ശുശ്രൂഷയ്ക്കേറെ അനുഗ്രഹമാണ്. വേദിയിലായിരിക്കുന്ന ദൈവസഭയുടെ സ്റ്റേറ്റ് ട്രഷറർ പാസ്റ്റർ ഷിജു മത്തായി അവർ, YP സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ മാത്യു ബേബി, ദൈവസഭയുടെ ബിലീവേഴ്സ് ബോർഡിന്റെ സംസ്ഥാന സെക്രട്ടറി ബ്രദർ ജോസഫ് മറ്റത്തുകാല, ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകർ പാസ്റ്റർ സമീർ എബ്രഹാം, അതുപോലെ ഇന്നത്തെ വധുവിൻ്റെ സഭയുടെ ശുശ്രൂഷൻ കൂടിയായ കുളക്കട ദൈവസഭയുടെ ശുശ്രൂഷൻ കൂടിയായ സംഘ ശുശ്രൂഷകൻ പാസ്റ്റർ സജു സി കൊയ്ക്കല്, പാസ്റ്റർ ജോസ് ബേബി, പാസ്റ്റർ ബി ലാലു, പാസ്റ്റർ ജേക്കബ് ബെഞ്ചമിൻ, എല്ലാവർക്കും സ്നേഹവന്ദനം. സദസ്സിലായിരിക്കുന്ന ബഹുമാന്യരായ ദേവദാസന്മാരുടെ നീണ്ട നിരയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ഈ കുടുംബങ്ങളെ സ്നേഹിച്ച് ഇവിടെ ആയിരിക്കുന്ന ബന്ധുമിത്രാദികൾ, വിശ്വാസികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ധാരാളം ദേവദാസന്മാരുടെ സാന്നിധ്യം ഇന്നിവിടെയുണ്ട്. വളരെ സന്തോഷം പകരുന്നതായ സമയമാണ്. കാരണം നിയുക്ത വധുവിൻ്റെ പിതാവ് പാസ്റ്റർ ബിജു സാം കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം ആയിട്ട് ദൈവസഭയുടെ അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനും സെൻട്രൽ ശുശ്രൂഷകനുമാണ്. അദ്ദേഹത്തെ കുടുംബത്തെ സ്നേഹിച്ച് ദൈവസഭയിലെ ധാരാളം ദേവദാസന്മാരുടെ സാന്നിധ്യമുള്ളതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. തുടർന്ന് കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാനായി കൊട്ടാരക്കര സെൻട്രൽ ശുശ്രൂഷകനും ദൈവസഭയുടെ സ്റ്റേറ്റ് ട്രഷററുമായിരിക്കുന്നു പാസ്റ്റർ ഷിജു മത്തായി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും അതിലൊരു ഭാഗമാകുവാനും ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകനാണ് ബിജു സാംബാസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം. ദീർഘവർഷങ്ങളായി അദ്ദേഹവുമായിട്ട് നല്ല ആത്മീയ ബന്ധം, സഹോദര തുല്യം കരുതുവാനും സ്നേഹിക്കുവാനും പുലർത്തുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ, അതിനു മുമ്പേ അദ്ദേഹം ശുശ്രൂഷകനായ ഒരു ദൈവദാസനാണ്. അന്ന് മുതൽ പരമാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കർത്തൃദാസനാണ്. ആ ദൈവത്തിൻ്റെ ദാസർക്ക് ദൈവം നൽകിയ 2 മക്കളിൽ മൂത്ത മകൾ ബിൻസിക്ക് വേണ്ടി ദൈവം ഒരുക്കി അനുഗ്രഹിക്കപ്പെട്ട പോൾ. ഇവരുടെ വിവാഹത്തോട് ബന്ധപ്പെട്ടാണല്ലോ നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിന് സർവമഹത്വം ഈ നിമിഷം കരയിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ചച്ചർക്കോട് കേരള സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി, മല്ലപ്പള്ളി സെൻട്രലിലെ ശുശ്രൂഷകൻ. ഇങ്ങനെ ദൈവസഭയുടെ വിവിധ മേഖലകളിൽ പത്രമാധ്യമ രംഗങ്ങളിലൊക്കെ ശക്തമായി പ്രവർത്തിക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ദൈവസഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി നിൽക്കുന്ന അനുഗ്രഹീതനായ ദൈവവൃത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ സാൻകുട്ടി മാത്യു, അദ്ദേഹത്തെ സ്നേഹത്തോടെ കുടുംബത്തിന്റെ പേരിൽ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആശീർവദിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെ നയിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു ഇരുഭവനങ്ങളുടെയും താല്പര്യപ്രകാരം ക്ഷണിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളെല്ലാം ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചച്ചർക്കോട് കേരള സ്റ്റേറ്റിന് 8 വർഷക്കാലം നല്ല നേതൃത്വം നൽകി ഇപ്പോൾ ആമീൻ സ്തോത്രം ഇന്ത്യ ഗവേണിംഗ് ബോഡി ചെയർമാൻ, അപ്പോൾ തന്നെ വേൾഡ് വിഷന്റെ പ്രതിനിധിയായി ഏഷ്യയുടെ സൂപ്രണ്ടുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ CC തോമസ് സാറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ബിജുമോൻ ശാമുവേൽ പാസ്റ്റർ വളരെ ദീർഘമായ വർഷം ബന്ധമുള്ള ഒരാളാണ് CC തോമസ് സാർ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെ അവരാഗ്രഹിച്ചതാണ് CC തോമസ് സാറിനെ കൊണ്ട് മക്കളുടെ വിവാഹം നടന്നത്. പ്രൈസ്. അത് നേരത്തെ പഠനമൊക്കെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞ് സെറ്റിലാക്കി വെച്ചെന്നാണ് എൻ്റെ അറിവ്. പ്രൈസ്. ഏതായാലും ആ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം, ആ കുഞ്ഞുങ്ങളുടെ ആഗ്രഹപ്രകാരം സ്തോത്രം തക്ക സമയത്ത് ദൈവത്തിനെ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ അനേക ദൈവദാസന്മാര് ദൈവമക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പോളിനെയും ബിൻസിയെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ ഈ കുടുംബങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവസഭയുടെ സംസ്ഥാന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പാസ്റ്റർ മാത്യു ബേബി ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് എന്നും മുതൽക്കൂട്ടായി എല്ലാ മേഖലകളിലും ശക്തമായി പ്രവർത്തിക്കുന്ന മറ്റത്തുകാല കുടുംബം, ദൈവസഭയുടെ സ്റ്റേറ്റ് ബിലീവേഴ്സ് ബോർഡിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി ചുമതല വഹിക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ ജോസഫ് ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവസഭയുടെ വിവിധ സെന്ററുകളിൽ ആമേൻ ശുശ്രൂഷിക്കുന്ന സെന്ററുകൾക്ക് ചുമതല കൊടുക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാരുണ്ട്. ബിജുമോൻ ശാമുവേൽ പാസ്റ്റർ,
അദ്ദേഹത്തോട് വളരെ അടുത്ത ബന്ധമുള്ള ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ദൈവഭക്തന്മാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പാസ്റ്റർ ജോസ് ദേവി, പാസ്റ്റർ ജോസഫ് സാമൻ, പാസ്റ്റർ കറുകച്ചാൽ സെന്ററിന്റെ ചുമതല വഹിക്കുന്നു. അതുപോലെ തന്നെ ജോസഫ് സാം പാസ്റ്റർ തിരുവല്ല സൗത്ത് സെന്ററിന്റെ ചുമതല വഹിക്കുന്നു. പാസ്റ്റർ ജേക്കബ് ബെഞ്ചമിൻ കോവളം സെന്ററിന്റെ ചുമതല വഹിക്കുന്നു. പാസ്റ്റർ ലാലു ഹരിപ്പാട് സെന്ററിന്റെ ചുമതല വഹിക്കുന്നു. അത് ഈ ദേവദാസന്മാരെ എല്ലാം ഈ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൽ നന്ദിയോട് സ്തോത്രം. ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായ സണ്ണി എബ്രഹാം പാസ്റ്റർ നമ്മുടെ മധ്യയുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും മാത്രമല്ല സ്തോത്രം ബിജുമോൻ സാമുവേൽ പാസ്റ്ററുടെ അളിയൻ സ്തോത്രം അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനും മുൻ സ്റ്റേറ്റ് ട്രഷററുമായിരിക്കുന്ന ഞങ്ങളുടെ ഗോൾഡ് പാസ്റ്റർ ഞങ്ങളുടെ മധ്യയുണ്ട്. അദ്ദേഹത്തെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആ കുടുംബത്തെ സ്നേഹിച്ച് അനേക ദൈവദാസന്മാര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം നിങ്ങളെല്ലാം സ്നേഹത്തോടെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളേറെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ ബിജുമോൻ സാമുവേലും കർത്താവിന്റെ ദാസി ജെസ്സി ബിജു. വളരെ തന്മയത്വത്തോടെ ഉത്സാഹത്തോടെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പ്രാദേശിക സഭയിലാണെങ്കിലും സെൻട്രൽ തലത്തിലൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വളരെ വിശ്വസ്തയോടെ നിർവഹിക്കുന്ന ദൈവദാസനാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തെ സംബന്ധിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. 2 മക്കളെ ദൈവവർക്ക് ദാനമായി നൽകി. സ്തോത്രം. മൂത്ത പൈതലാണല്ലോ ബിൻസി. ചെറുപ്രായം മുതലേ മാതാപിതാക്കൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാക്കി ജീവിതവും എല്ലാ മേഖലയിലും തങ്ങൾ വളരെ ശ്രദ്ധിച്ച് ദൈവനാമത്തിന് ഒരു ദോഷം വരാതെ വണ്ണം മാതാപിതാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാതെ വണ്ണം അനുസരണത്തോടും ദൈവഭക്തിയോടും സ്തോത്രം വളർന്ന കുഞ്ഞുങ്ങളാണ് അവർ 2 പേരും. ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ബിൻസിയുടെ ഇളയ സഹോദരി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു അധ്യാപികയായി. കൊച്ചു കുട്ടികളെ അവരുടെ ഭവനത്തിൽ വാത്സല്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല പഠിക്കാൻ മിടുക്കിയും പഠിപ്പിക്കാനും മിടുക്കിയായ ഒരാളാണ് സ്തോത്രം. തൻ്റെ സഹോദരി നിസി കർത്താവ് ആ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു. സ്തോത്രം. ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. BSc നേഴ്സിംഗ് പഠനത്തിന് ശേഷം UK-യിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഹോസ്പിറ്റൽ നേഴ്സായി താൻ ജോലി ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പോൾ പി എൽദോസ് ദൈവസഭയ്ക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത വിലപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് പ്രിയ മകൻ പോൾ. കോതമംഗലം ദൈവസഭയുടെ ആദ്യകാല പ്രവർത്തകനായിരുന്ന പരുന്തുംകുഴിയിൽ ജേക്കബ് സാറിന്റെ അനുജന്റെ കൊച്ചുമകനാണ് പ്രിയ പോൾ പി എൽദോസ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിദ്യാഭ്യാസം നടത്തി ആത്മീയ നിലവാരത്തിൽ സ്തോത്രം ജീവിതം നയിച്ച് മാതാപിതാക്കൾക്ക് എന്നും ഒരു സന്തോഷമായി വളരുവാൻ പ്രിയ മകനെ ദൈവം സഹായിച്ചു. കർത്താവ് നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ ആശീർവദിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നത് ദൈവസഭയ്ക്ക് എല്ലാ മേഖലയിലും ഏറ്റവും വിലപ്പെട്ട ദൈവദാസനാണ്. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, CC തോമസ് സാറ് ഏതൊരു ആത്മീയ ശുശ്രൂഷ ചെയ്താലും അതിനകത്ത് ഒരുപാട് ആ ശുശ്രൂഷ നടക്കുന്ന സന്ദർഭങ്ങളിൽ ആ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനേകം വിടുതലുകൾ നടക്കും. സ്തോത്രം. ഇതൊരു വിവാഹ
ശുശ്രൂഷ വേദി ആണെങ്കിൽ പോലും ഭാരത്തോടെ, വേദനയോടെ, വിവിധ വിഷയങ്ങളിൽ പ്രയാസത്തോടെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേ സ്തോത്രം, ആമേ ഇവിടെ ദൈവവൃത്യന്മാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആമേ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ആ കർത്താവിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അനേക വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. ആമേ സ്തോത്രം, ദീർഘവർഷങ്ങളായി ക്യാൻസർ രോഗം വന്ന് ആമേ അനേക വലിയ ഹോസ്പിറ്റലൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്തു. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ദൈവദാസന്മാർക്കും ദൈവസഭയിലെ ദൈവമക്കൾക്കും അറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു ആന്റിയാണ്. ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു. ആമേ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു ഇനി അധികം യാത്രകളൊന്നും ചെയ്യരുത്, ജോലികളൊന്നും ചെയ്യരുത്, ഇനിയും വലിയ ട്രീറ്റ്മെന്റുകളൊന്നുമില്ല. ആമി എന്ന നിലയിൽ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ ആമി തന്റെ രോഗാവസ്ഥ വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ആമി സ്തോത്രം, വല്ലാത്ത പ്രയാസത്തിലായി. അവർ ബുദ്ധിമുട്ടി. ആശുപത്രിയിൽ പോയാൽ പ്രയോജനമില്ല, മരുന്ന് കഴിച്ചുകൊണ്ട് പ്രയോജനമില്ല. കാരണം ഒരുപാട് മരുന്ന് കഴിച്ചു, ഒത്തിരി ട്രീറ്റ്മെന്റുകൾ നടത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആമേ സ്തോത്രം, അവരിങ്ങനെ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുമ്പോൾ ആമേ സ്തോത്രം, ദൈവവൃത്യന്റെ ബഹുമാനപ്പെട്ട സി തോമസ് സാറിന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തോന്നി ആ ഭവനത്തിൽ ഒന്ന് ചെല്ലണമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ആമേ സ്തോത്രം ആ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദൈവം അത്ഭുതകരമായ സൗഖ്യം, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അതിലെങ്കിൽ ആമേ സ്തോത്രം ചർച്ച് ബോർഡിന്റെ സ്റ്റേറ്റ് ബോർഡ് മെമ്പർ കൂടിയായിരിക്കുന്ന ഞങ്ങളെല്ലാം അറിയുന്ന ഞങ്ങളുടെ ബാബുച്ചാന്റെ സഹധർമ്മിണി, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആ കർത്താവിന്റെ ദാസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കർത്താവിന്റെ ദാസി സൗഖ്യമായിട്ട് ഇപ്പോൾ മക്കളുടെ അടുക്കൽ UK പോയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇതൊരു വിവാഹ ശുശ്രൂഷയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ സഹകരിപ്പാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ ആരുടെയെങ്കിലും പേര് സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആമേൻ ഒരു വാക്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലൈവ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, നല്ല ക്വയർ ടീം, എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് ചെയ്യുന്ന ദൈവസഭ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഓഫീസ് മാനേജർ ബിനോയ് ബ്രദർ ഉൾപ്പെടെയുള്ള ആ ടീമിനെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാം ധാരാളം അനുഗ്രഹിക്കുമാറാകും. ഇവരുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ഇവരെല്ലാവരെയും പ്രിയ ശ്രീമതായി പാസ്റ്റർ പരിചയപ്പെടുത്തി. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇന്നത്തെ മുഖ്യ അതിഥികൾ നമ്മുടെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ പ്രിയ പോളും ബിൻസിയുമാണ്. അവരുടെ മുഖത്ത് പുഞ്ചിരി മായാതെ നിൽക്കുവാൻ നമുക്കെന്നും അവർക്കായി പ്രാർത്ഥിപ്പാൻ കടപ്പാടുണ്ട്. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യുവാൻ വകയുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിൽ അധികമായി കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ഒരു മിഷണറി കുടുംബമാണ് പാസ്റ്റർ ബിജു സ്വാമിൻ്റെ കുടുംബം. അവരുടെ ജീവിതയാത്രയിൽ അവർ അനുഭവിക്കേണ്ടി വന്ന എല്ലാ അനുഭവങ്ങളിലും അവരോടൊപ്പം അതിലെല്ലാം സാക്ഷികളായി അനുഭവസ്ഥരായി നിന്ന കുഞ്ഞുങ്ങൾ. അതുപോലെ കർത്താവിൻ്റെ ദാസി, ഇവിടെ പ്രിയ ശ്രീമതായി പാസ്റ്റർ മറ്റൊരു കർത്തൃദാസിയുടെ വിടുതലിന്റെ സാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും ഇന്ന് ഈ കുടുംബം ഇവിടെ ആയിരിക്കുമ്പോൾ അത് ജീവിക്കുന്ന ഒരു സാക്ഷ്യം കൂടിയാണ്. പ്രത്യേകിച്ച് കർത്തൃദാസി ജെസി ബിജു തൻ്റെ ജീവിതയാത്രയിൽ കടന്നുപോയ മാരകമായ ഒരു രോഗത്തിൻ്റെ സാഹചര്യം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കൂരിൽ താഴ്വരയിലൂടെ നടത്തപ്പെട്ട കാലഘട്ടം, മാരകമായ ക്യാൻസർ രോഗം തന്നെ പിടിപെട്ടപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെന്ന് മെഡിക്കൽ സയൻസ് വിധിയെഴുതിയ സാഹചര്യങ്ങളിൽ ദൈവ മക്കളുടെയും പ്രിയ കുടുംബത്തിൻ്റെയും ദൈവസഭയുടെയും പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകി. ഇന്ന് പകലിൽ പ്രിയ പൈതൽ വിവാഹ ശുശ്രൂഷയിൽ അത്
ഏറ്റവും സ്തോത്രത്തോടെ സംബന്ധിച്ച് കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി കയറ്റുവാൻ കഴിയുന്നത് പ്രിയ സഹോദരി ജെസ്സിക്കായിരിക്കും. ആ ദൈവദാസിക്ക് ദൈവം കൊടുത്ത വിടുതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ക്രിസ്തുവിൽ എനിക്ക് ഏറെ പ്രിയമുള്ള കർത്താവിന്റെ ദാസനാണ് പ്രിയ ബിജു സാമും അദ്ദേഹത്തിന്റെ കുടുംബവും പ്രിയ കുഞ്ഞുങ്ങളും. പ്രിയ പൈതലിനെ ഓർത്ത് പ്രത്യേക ദൈവത്തെ സ്തുതിക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ വിദ്യാഭ്യാസം, ഏറ്റവും അനുഗ്രഹീതമായ ജോലി എല്ലാം പ്രിയ പൈതലിന് ദൈവം നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. അതുപോലെയാണ് പ്രിയ മകനെ കുറിച്ച് അനുഗ്രഹീതമായ സാക്ഷ്യം ആ കുടുംബത്തെ പരിചയപ്പെടുത്തിയത് നമ്മൾ കേട്ടുകഴിഞ്ഞു. അനുഗ്രഹീതരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ചു വളർത്തപ്പെട്ട് UK അനുഗ്രഹീതമായ നിലയിൽ ജോലി ചെയ്യുകയും ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ മകനാണ് പോൾ എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം ഈ പ്രിയ കുഞ്ഞുങ്ങളെ വിവാഹ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമുക്കുള്ള വലിയ കടപ്പാട് ഇവർക്കായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കുവാൻ സർവ കൃപാലുവായ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി ദൈവസന്നദ്ധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ദൈവം സഹായിക്കട്ടെ. ആമുഖമായി വാക്കുകൾ പറഞ്ഞ് ദീർഘിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പകലിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുവാൻ എത്തിയിരിക്കുന്നു കർത്താവിൽ ബഹുമാന്യനായ ദൈവസഭയുടെ ഏഷ്യൻ സൂപ്രണ്ട് റവറൻഡ് സി തോമസ് ദൈവവനത്തിൽ നിന്ന് അനുഗ്രഹീതമായ സന്ദേശം നൽകും. അതിനുശേഷമായി അദ്ദേഹം വിവാഹം ആശീർവദിക്കും. എന്നാൽ കർത്താവിന്റെ ദാസൻ പ്രിയ ബിജു സാം അദ്ദേഹത്തെ സ്നേഹിച്ച് ധാരാളം ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അതിൽ പലർക്കും ആശംസയ്ക്കായി സമയം വേർതിരിക്കേണ്ടതുണ്ട്. എല്ലാ നമ്മുടെ പ്രോഗ്രാമുകളും കൃത്യസമയത്ത് അവസാനിപ്പിച്ച് 12:30 ആശീർവാദം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തിടുക്കത്തോടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ പ്രിയ ദൈവമക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ലഭിക്കാത്തൊരു ഭാഗ്യമാണ് ദൈവസഭയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാപൂർവം ഈ ദൈവദാസന്മാരെ മധ്യേ തങ്ങളുടെ തലമുറകളെ കൊണ്ടുനിർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവർ ഒന്നിച്ചാകുന്നതിന്റെ സാക്ഷ്യം വഹിപ്പാൻ പല പ്രിയപ്പെട്ടവർക്കും കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രിയ കുടുംബാംഗങ്ങൾക്ക് ദൈവത്തിനായി നൽകിയ അനുഗ്രഹീതമായ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയുള്ള, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി തങ്ങളുടെ സമയവും പണവും ഒക്കെ നൽകുവാൻ സന്നദ്ധരായ 2 കുഞ്ഞുങ്ങളാണ് പ്രിയ പോളും ബിൻസിയും എന്നതിൽ ദൈവത്തിന് മഹത്വം കയറ്റുകയാണ്. ഇരുവരും ജനിച്ചു വളർന്നത് 2 വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിലാണ്. വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ വളർന്നു വന്നവർ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവിക ആലോചന പ്രകാരം അവർ ദൈവസന്നിധിയിൽ ഒന്നിച്ചു ചേരുകയാണ്. ഇരുവരും ഒരു ബാച്ചിലർ ലൈഫ് അത് ആസ്വദിച്ച് ആ നിലയിൽ അവർ മുന്നോട്ട് പോയവരാണ്. എന്നാൽ ഇന്ന് അവർ ഒന്നിച്ചു ചേരുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വം കൂടി ദൈവം അവരെ ഫലമേൽപ്പിക്കുകയാണ്. കുടുംബമെന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ആ ശ്രേഷ്ഠമായ അനുഭവത്തിന്റെ ഭാഗമായി ദൈവം അവരെ മാറ്റുമ്പോൾ അവർക്ക് ഏറെ ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളും അവരെ ഫലമേൽപ്പിക്കുന്നതായ ഒരു ദിവസം കൂടിയാണ്. അവരെ മുന്നോട്ടുള്ള യാത്രയിൽ ഇതുവരെ അവർ ഒന്നായി അല്ലെങ്കിൽ തനിയെ അവർ യാത്ര ചെയ്തെങ്കിൽ ഇനിയുള്ള യാത്രയിൽ അവർ ഒന്നിച്ച് മുന്നോട്ട് പോകുകയാണ്. തീർച്ചയായും ജീവിതയാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് മാർഗദീപമായി നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഏറ്റവും പ്രകാശം നൽകി നിങ്ങളെ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മരുരൂപമലയിലെ ഒരു അനുഭവം ഞാൻ എല്ലാ വിവാഹ ശുശ്രൂഷകളിലും പ്രിയ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എനിക്ക് നൽകുവാനുള്ള ആശംസ ഇത് മാത്രമാണ്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവരെ ഒന്നും സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായി എന്ന് വരികയും മരുരൂപമലയിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാഴ്ചയും
യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട ആ അസുലഭ നിമിഷത്തിൽ അവനോട് സംഭാഷിക്കുവാൻ മോശയും ഏലിയാവും അവിടെ ഇറങ്ങി വന്നു. ഇത് കണ്ടുകൊണ്ട് പത്രോസ് പറയും, നമുക്ക് ഇവിടെ കുടിൽ കെട്ടി താമസിക്കും. അല്ല, അടുത്ത ഭാഗത്ത് വായിക്കുന്നത് നാം ഇങ്ങനെയാണ്: പെട്ടെന്നൊരു മുഴക്കമുണ്ടായി, അവർ ഭയപ്പെട്ട് നിലത്ത് വീണു. അടുത്ത ഭാഗമാണ് ഏറ്റവും പ്രസക്തം. അവർ തലമുക്കിയാറെ യേശുവിനെ അല്ലാതെ വേറെ ആരെയും കണ്ടില്ല. ജീവിതയാത്രയിൽ നിങ്ങളുടെ സന്തോഷവേളകളിൽ സുഹൃത്തുക്കളായി, പ്രിയപ്പെട്ടവരായി അനേകർ കടന്നു വരും. എന്നാൽ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഈ ലോകബന്ധത്തിൽ ആരും നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു മുഖമുണ്ട്. അത് യേശുവിന്റെ മുഖമാണ്. കുടുംബജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ യേശുവിനെ നോക്കി വിജയകരമായ ഒരു കുടുംബജീവിതം നയിച്ച് അനുഗ്രഹീതരായി തലയുയർത്തി നിൽക്കുവാൻ, മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെയും എല്ലാ ദൈവദാസന്മാരുടെയും ദൈവസഭയുടെയും എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും നിങ്ങൾക്ക് മുന്നമേ നേരുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഹോയർ ഒരു ഗാനം ആലപിക്കും. അതിനായി പ്രിയപ്പെട്ടവരെ ക്ഷണിക്കും.
കരമടിച്ച് ഈ ഗായക സംഘത്തിൽ നൽകുന്നു. ഇന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്നത് കൃതാവനദാസൻ യേശുദാസ് നേതൃത്വം നൽകുന്നു. ഹോളി ഹാർപ്സ് ചെന്നവരാണ്. ആ ടീമിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പരിഭാവനതയോടും ഈ ശുശ്രൂഷ അനുഗ്രഹമായി പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം അക്കാര്യത്തിൽ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാകപ്പള്ളി സംഘത്തെ ഹരിപ്പാട് സംഘത്തെ ശുശ്രൂഷകൻ പാസ്റ്റർ പി ലാലുപങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരു ഹൃദയത്തിലേക്ക് കൊണ്ടുവരുത്തിയ കർത്താവിൻ്റെ വലിയ വിശ്വസതയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച്, മാതാപിതാക്കൾ പ്രാർത്ഥിച്ച്, ഇരു കുടുംബങ്ങളും ദൈവസഭയിൽ പ്രാർത്ഥിച്ച് തക്ക സമയത്ത് ഇത്രയും മനോഹരമായ ഹോളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കടന്നു വന്ന് വിവാഹത്തോട് ബന്ധത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്രമീകരണങ്ങളിൽ പോരായ്മകളുണ്ട് കർത്താവെ, കുറവുകളുണ്ട്. മണവും ഗുണവും ഇല്ലാത്ത പച്ചവെള്ളത്തെ രുചികരമായി വീഞ്ഞാക്കി കാനാവിലെ വിവാഹം കിട്ടി വന്ന മഹത്വം വളർത്തിയ കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ ദാസനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വിവാഹ ശുശ്രൂഷ മുമ്പേ ഓർപ്പിച്ചതുപോലെ പ്രിയ മക്കൾ പോളിൻ്റെയും ബിൻസിയുടെയും വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുക. പ്രിയ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ പ്രിയ മകളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുമായിരുന്നു ഈ വിവാഹം, തൻ്റെ വിവാഹം പ്രിയ CC തോമസ് സാറ് ആശീർവദിക്കണമെന്നുള്ളത് കുടുംബത്തിൻ്റെ പ്രത്യേകമായ ആഗ്രഹവും താല്പര്യവുമായിരുന്നു. അതിനനുസൃതമായി അവർ പ്രിയ സാറിനെ ക്ഷണിച്ചു. വളരെ തിരക്കുള്ള നടുവിലും കൃത്യസമയത്ത് നമ്മുടെ ബഹുമാനായ ഏഷ്യൻ സൂപ്രണ്ട് CC തോമസ് സാർ ഇവിടെ കടന്നു വന്നു. വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുവാനായി കർത്താവിന്റെ ദാസന്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിൽ ശുശ്രൂഷിച്ച് കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ആദരപൂർവ്വം കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു നല്ല പ്രിയമുള്ളവർക്ക്, വിശേഷ പ്രിയ പോളിനും ബിൻസിക്കും ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായ നേതൃത്വമായി സേവനം ചെയ്യുന്ന ദാസൻ, ദേവസ്വയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി, മല്ലപ്പള്ളി സെൻറ്ററിൻ്റെ പാസ്റ്ററുമായിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതൻ സാങ്കുട്ടി മാത്യു പാസ്റ്റർ, അതുപോലെ കൊട്ടാരക്കര സെൻറ്ററിൻ്റെ പാസ്റ്റർ, അടുത്ത ലോക്കൽ സഭയുടെ പാസ്റ്റർ, കൗൺസിൽ മെമ്പറും ഗവേണിംഗ് ബോഡി മെമ്പറുമായിരിക്കുന്ന ഷിജി മഥായി പാസ്റ്റർ, വൈപ്പയുടെ സംസ്ഥാന അധ്യക്ഷൻ പാസ്റ്റർ മാത്യു ബേബി, പ്രിയ വിജയം ചൊമ്മൻ പാസ്റ്ററുടെ തങ്ങളുടെ ഭർത്താവായിരിക്കുന്ന ക്രിസ്തുവിൽ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന ദേവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ കർത്താവിൻ്റെ അഭിഷിക്ത പ്രിയ സനി എബ്രഹാം പാസ്റ്റർ, അതുപോലെ ദേവസഭയുടെ കേരള സ്റ്റേറ്റ് ബിലീവേഴ്സ് ബോർഡ് സെക്രട്ടറി ആയിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതൻ പ്രിയ ജോസഫ് മുറ്റത്തുകാല, പ്രിയ സാജി സി കോയിക്കറി പാസ്റ്റർ, പ്രിയ കുളക്കടയിലെ പാസ്റ്റർ കൂടിയാണല്ലോ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അനുഗ്രഹീത ഗാനങ്ങൾ ആലപിക്കുന്ന ഹോളി ഹാർട്സ് യേശുദാസൻ, ലിജി ജോൺസൺ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ആ കല്യാണം നടത്തുന്നു പറഞ്ഞ എല്ലാവർക്കും പ്രത്യേക സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ദേവസഭയുടെ സ്റ്റേറ്റ് ബോർഡിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി നാച്ചിക്കുളങ്ങരയുടെ സാന്നിധ്യം, അതുപോലെ ബോർഡ് മെമ്പർ
മമ്മൂട്ടിയുടെ സാന്നിധ്യം, എലമിൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ ബ്ലെസ്സി സൂസൻ, അതുപോലെ ഞങ്ങൾ സ്നേഹിതരായിരിക്കുന്ന പൊന്നച്ചൻ പാസ്റ്റർ, ഗോവിന്ദ പാസ്റ്റർ, ജോസഫ് പാസ്റ്റർ, ആരിഫ് പാസ്റ്റർ, ബെഞ്ചമിൻ പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അനേക ദേവദാസന്മാർ പ്രിയ ബിജു പാസ്റ്റർ ക്ഷണം സ്വീകരിച്ച് ഇവിടെയുണ്ട്. എല്ലാവരും പേരുകളെ പറയുവാനുള്ള സമയങ്ങളിലും പ്രിയ സന്തോഷനെ ഉൾപ്പെടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവതാരമായി സഹായിക്കട്ടെ. സ്തോത്രം. പ്രിയ ബിജു പാസ്റ്റർ 1980-കളിൽ ബഹുമാനപ്പെട്ട സണ്ണി എബ്രഹാം പാസ്റ്റർ മുളക്കുഴ സഭയിലെ എൻ്റെ ലോക്കൽ പാസ്റ്ററായിരുന്ന സമയം മുതൽ ഉള്ള ബന്ധമാണ് പ്രിയ ബിജു ശങ്കർ പാസ്റ്റർ. അന്ന് അദ്ദേഹം വളരെ ചെറുപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. അന്ന് മുതൽ ഇന്നുവരെ കർത്താവിൻ്റെ കൃപയാൽ വളരെ ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കാനും കരുതാനും സന്തോഷത്തിൽ സന്തോഷിക്കുവാനും ദുഃഖത്തിൽ ദുഃഖിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. പ്രിയ ജിസി സിസ്റ്ററെ കർത്താവിൻ്റെ ദാസൻ സാമറ്റ് ഭാഷ ഓർപ്പിച്ചതുപോലെ അത്ഭുത രോഗശാന്തി പ്രാപിച്ച ഒരു കർത്താവിൻ്റെ ദാസിയാണ്. അവർക്ക് ദാനമായി കൊടുത്ത ലിസി അവരുടെ വളരെ സമർത്ഥരാണ്, വളരെ പക്വതയുള്ള കുഞ്ഞുങ്ങളാണ്. ദൈവഭയത്തിലും ദൈവഭക്തിയിലും താഴ്മയിലും വിനയത്തിലും മാതാപിതാക്കൾക്ക് ഒരപമാനം ഉണ്ടാക്കാതെ പ്രാർത്ഥനയിലെ ഇടുക്കത്തിലും ഞെരുക്കത്തിലുമൊക്കെ മാതാപിതാക്കളെ അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളാണ് അവർ രണ്ടുപേരും. ബിൻസി BC നേഴ്സിംഗ് കഴിഞ്ഞ് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു ഉന്നത സ്ഥാപനത്തിൽ UK നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് ധാരാളമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ കർത്താവിൻ്റെ ദാസന്മാരോട് ഓർപ്പിച്ചതുപോലെ പോള് ഒരനുഗ്രഹീത കർത്താവിൻ്റെ ദാസനാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പരുത്തൻകുഴിയിലെ പ്രിയ ജേക്കബ് സാറ് കോതമംഗലം ദൈവസഭയുടെ സ്ഥാപകൻ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് പോളിൻ്റെ പിതാവ് പ്രിയ ബ്രദർ എൽദോസ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ പോള് വളരെ താഴ്മയുള്ള, വിനയമുള്ള, ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള, ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരനുഗ്രഹീത ദേവദാസ് UK നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് UK പോയി മാസ്റ്റേഴ്സ് എടുത്ത് ഉന്നത സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റി ബിജു ശങ്കർ പാസ്റ്റർ ഒത്തിരി പഠിച്ചതാണ്. പുള്ളി ചിലർക്കാരനല്ല. സ്തോത്രം. ആരംഭത്തിൽ തന്നെ ഞാൻ ബിജു പാസ്റ്ററോട് ചോദിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ തിരക്കിയൊന്നു. അപ്പോൾ എൻ്റെ ആലോചനയ്ക്ക് മുമ്പ് തന്നെ വളരെ രഹസ്യമായി തന്നെ നിങ്ങളെപ്പറ്റിയൊക്കെ നന്നായി പലരിൽ നിന്നും മനസ്സിലാക്കുവാനും അദ്ദേഹം തന്നെ മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. പിന്നീട് ഞാൻ എക്സിയോട് ചോദിക്കുമായിരുന്നു, പോളിനോട് നീ സംസാരിക്കാറുണ്ടോ, വീഡിയോ ചാറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിലെന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നേരത്തെ പറയണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെ ഒരു കുഴപ്പമില്ല, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപൈതലാണെന്ന് ബിൻസിക്കും പോളിനൊന്ന് മനസ്സിലാക്കുവാനായിട്ടിടയായി. തന്നെ പോള് സ്തോത്രം. കർത്താവ് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ചുഷ്ടപ്പോൾ വേൾഡ് വിഷയത്തെ വിശേഷമുള്ള എല്ലാ ആശംസകളും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. 12:30 അവസാനിപ്പിക്കണം. ഇന്നലെ രാത്രിയിൽ ഇടപെട്ട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനല്ല അവസാനിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമ ഭാഷ. ഇതിനുശേഷം ഒരു പ്രൈസ് അന്വേഷണമുണ്ട്. അതെന്നോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കാണിച്ച സമയം, കാരണം എൻ്റെ കയ്യിൽ ഒഴുകത്തില്ല, അത് വിശ്വാസത്തിലില്ല. സ്തോത്രം. തുടർന്ന് സ്വല്പസമയം ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ച് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൈസ് അന്വേഷണം ഉണ്ടായിരിക്കും. നമുക്കറിയാം, പോളിന് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, ബിൻസിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, 100% പെർഫെക്റ്റായിട്ട് ഒരു യുവതിയോ ഒരു യുവാവിനെ കിട്ടാനായിട്ട് പ്രയാസമാണ് ഈ ലോകത്തിൽ. ഇവിടെ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ബിജു പാസ്റ്റർ ശുശ്രൂഷിച്ചിട്ടുള്ള സഭകളിലെല്ലാം അംഗങ്ങളുണ്ട്. വിശേഷം ദൂരെ ഈരാട്ടുപള്ളിയിൽ നിന്നൊക്കെ ധാരാളം പേര് തീക്കോയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ മുളക്കട സഭ വിശ്വാസികളൊക്കെ ഞാൻ ഓർക്കുകയാണ്. കോതമംഗലം TP എന്നുള്ള ബന്ധത്തിലുള്ളതായ പ്രിയ പോളിൻ്റെ ഭാഗത്തു നിന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ കിട്ടാൻ വിഷമം, 100% പെർഫെക്റ്റ് ആയിട്ട്. ഞാനിങ്ങനെ ഒരു ദേവദാസൻ പ്രസംഗിക്കുന്നത് കേട്ട് നിങ്ങളോട് പറയട്ടെ. ഒരു കൊച്ചൻ അവന് വിദ്യാഭ്യാസം കഴിഞ്ഞ 24ാമത്തെ വയസ്സ് തൊട്ട് ഒരു ലൈഫ് പാർട്ട്ണറെ കല്യാണത്തിന് വേണ്ടി ഒരു പെൺകുട്ടി ആഗ്രഹിക്കുകയാണ്. അവന് 25 വയസ്സായി, 27 വയസ്സായി, 29 വയസ്സായി, 32 വയസ്സായിട്ടും ആരെയും കിട്ടിയില്ല.
വീട്ടുകാർക്ക് വലിയ വിഷമം. അവൻ പല മാട്രിമോണിയിലൊക്കെ ഈ മാതാപിതാക്കൾ ഉൾപ്പെടെ ഇട്ടത് ആരും കിട്ടിയില്ല. അവൻ പറയുന്ന ആ പെർഫെക്ഷനിലുള്ളവരെ കിട്ടുന്നില്ല, അതാണ് വിഷയം. അപ്പൊ ആരും അവരോട് പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് നീ ഇങ്ങനെ വിഷമിക്കാതെ കമ്പ്യൂട്ടറിൽ ഒരു ആപ്പുണ്ട്, ആ ആപ്ലിക്കേഷനിൽ പോയിട്ട് നിന്റെ ഡിമാൻഡ് എല്ലാം മുട്ടാൻ നിനക്ക് തക്കതായ ആളെ കിട്ടുന്നു. അവന് വളരെ സന്തോഷമായി കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. അവൻ്റെ ഡിമാൻഡിൽ കിട്ടും. അവൻ വലിയ നീളമില്ലാത്തതുകൊണ്ട് അധികം നീളമില്ലാത്തൊരു പെൺകുട്ടി വേണം. ആദ്യത്തെ ഡിമാൻഡ് കമ്പ്യൂട്ടറിൽ എഴുതി. രണ്ടാമത് വളരെ സ്പിരിച്വലായ ഒരു പെൺകുട്ടിയായിരിക്കണം, അത് എഴുതി. മൂന്നാമത് താഴ്മയുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം, അത് എഴുതി. പാവങ്ങളെ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം, അത് എഴുതി. പിന്നെ ഇനി ചിന്തിച്ചപ്പോൾ അവന് വെള്ള വസ്ത്രം വളരെ ഇഷ്ടമാണ്, വെള്ള വസ്ത്രധാരിയായി, അത് എഴുതിയിട്ട് ഇവരിങ്ങനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുകയാണ് ഉത്തരം കിട്ടാൻ വേണ്ടി. കറക്റ്റ് ഉത്തരം അവന് കിട്ടി. നോക്കിയപ്പോൾ ആരാന്നറിയാമോ? മദർ തെരേസയാണ്. പെർഫെക്ഷന് പോയാൽ ബുദ്ധിമുട്ടുണ്ടാവും മക്കളെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ എങ്ങനെ നമുക്ക് കിട്ടുന്നത്? ഞാനിന്ന് പകൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് രാവിലെ ഈ കുഞ്ഞുങ്ങളോട് ബന്ധത്തിൽ ഇത് പറയണം, സമയത്തിൻ്റെ കുറവ് നമുക്കുണ്ട്. എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു ഭാഗം പറയാൻ ആഗ്രഹിക്കുന്ന, കൂടുമ്പോൾ ഇമ്പം എന്നൊക്കെ നമ്മൾ പറയുന്ന ഫാമിലി, FAMILY, ഫാമിലി. ആ വാക്കുകളെ ഒന്ന് നിർവചിച്ച് ഈ കുഞ്ഞുങ്ങളോട് വിഭാഗത്തുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഫാമിലി. F for faithfulness. Paul and Vincy, you both have to be faithful for each and everything. എല്ലാറ്റിലും നിങ്ങൾ വിശ്വസ്തരായിരിക്കണം എന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇത് പലയിടത്തും കാണാൻ കഴിയാത്ത കാര്യമാണ് വിശ്വസ്തത. എല്ലാറ്റിലും നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ എക്സോ വാട്ടെവർ യൂസ്, ഫേസ്ബുക്ക്, എല്ലാത്തിനും ഒന്ന് മതി. അല്ലെങ്കിൽ നിങ്ങൾ ആ പാസ്വേഡ് കൈമാറി രണ്ടുപേർക്കും ഉപയോഗിക്കുന്ന രീതിയിലാണെങ്കിൽ ഏറ്റവും നന്നായി. അതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. പണം കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഞങ്ങളുടെ വീട്ടിൽ 2 പെൺകുഞ്ഞുങ്ങളെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് സൂക്ഷിച്ചോളാം, എൻ്റെ പണം എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നൊക്കെ ബെൻസി ചിന്തിച്ചാൽ മോളെ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇന്നേ അങ്ങ് സറണ്ടർ ചെയ്തേക്കണം. വിജയോത്സവ പാസ്റ്റർ ജേസിക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല. സ്തോത്രം. ഒറ്റ അക്കൗണ്ട് ആയാലും അതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. എനിക്കറിയാം മോളെ, നിന്റെ പപ്പയ്ക്കും അമ്മയ്ക്ക് ആവശ്യങ്ങളുണ്ട്, നീ ആരെങ്കിലും സഹായിക്കണം. തീർച്ചയായിട്ടും പോൾ അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പോൾ അറിഞ്ഞാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകില്ല. എന്താ പോണം? എക്സാക്ട്ലി റൈറ്റ്. അപ്പം പോളിനോട് പറഞ്ഞിട്ടേ അത് ചെയ്യാം. പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വിൻസിയോട് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യാവൂ. പരസ്പരം ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായി തീരാനിടയായിരിക്കും. ദൈവവചനം ധ്യാനിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങളെ ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ പരസ്പരവും വിശ്വസ്തതയുള്ളവരായി മുന്നോട്ട് പോകാനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായ നിലയിൽ അനുഗ്രഹിക്കപ്പെടാൻ ഇടയായിരിക്കും. ഞാൻ അതുകൊണ്ട് ഇതൊക്കെ തന്നെ പറയുന്നത്, പലപ്പോഴും ഞങ്ങൾ ഒരു സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ കുടുംബ വിഷയങ്ങളിൽ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും നമ്മളെ അന്വേഷിച്ച് കഴിയുമ്പോൾ മമ്മിമാരുടെ ഘടകം ഒത്തിരി അതിൻ്റെ പിന്നിലുണ്ട്. 35 വർഷം മുമ്പ് ഞങ്ങളുടെ കാണാൻ കഴിക്കുമ്പോൾ ഈ സാധനം നമുക്ക് ഇല്ലാഞ്ഞത് കൊണ്ടും ഞങ്ങളുടെ അമ്മച്ചികളെ ഇല്ലാഞ്ഞത് കൊണ്ടും എൻ്റെ അമ്മച്ചി ഇല്ലാഞ്ഞത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കും. എന്നാൽ ഇന്നത്തെ മമ്മിമാരുടെ കയ്യിൽ ഈ സാധനം ഉള്ളതുകൊണ്ട് വിൻസിയെ കെട്ടിച്ചു വിട്ടിട്ട് രാത്രിയാകുമ്പോൾ എൻ്റെ കൊച്ചെ എവിടെയാണെന്ന് അന്വേഷിക്കാനായിട്ട് പോകത്തില്ലെന്ന് ജെസ്സി നന്നായിട്ട് നമുക്കറിയാം.
എങ്കിലും ഞാൻ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും ഈ യൂട്യൂബിൽ കയറി ഈ ലൈവ് കാണുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുമല്ലോ. ഒരിക്കലും പുറകെ നമുക്ക് അവരെ അന്വേഷിക്കാനായിട്ട് പാടില്ല. അതുപോലെ സിസ്റ്റർ മേരി ഇന്ന് പകർക്കാരൻ ബിൻസിക്ക് കരം കൊടുത്ത് അവരുടെ യൂണിറ്റായി പോകാൻ പോകെ ഞങ്ങൾ നാമനാരായിരുന്നു. അവളെ കിട്ടിയ പിന്നെ അവൻ ഞങ്ങളെ പറ്റി ഒരു ചിന്തയില്ല. എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നവരെ എപ്പോഴും വിളിക്കാൻ പറയാനാണ് ഉള്ളത് കൊണ്ട് സ്തോത്രം. നിങ്ങളെ സ്നേഹിക്കും നിശ്ചയമാണ്. പിറന്നാളിൽ എൻ്റെ അപ്പൻ്റെ ഷർട്ടില്ലാത്ത പൂർണ്ണവും ഇട്ടിട്ട് ഇതെൻ്റെ അഭിമാനമാണ്, ഇതെൻ്റെ സ്വകാര്യ അഹങ്കാരമാണ്, ഈ മനുഷ്യർക്കുള്ള വെയിലും വേർപ്പുമാ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തണൽ. പിറന്നാൾ ആശംസകൾ എൻ്റെ പിതാവിന് ഇട്ടിട്ടുണ്ട്. ഒരിക്കലും സന്തോഷം തോന്നി. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ പറ്റി ഉന്നത നിലവാരത്തിലായ ഒരു പയ്യൻ അപ്പന് പഴയ ഫോട്ടോ ഇട്ടിട്ട് ഈ മനുഷ്യൻ കൊണ്ട വെയിലും വേർപ്പുമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തണലെന്ന ധൈര്യമായി യാതൊരു സങ്കോചവും കൂടാതെ യാതൊരു ദുരഭിമാനവും കൂടാതെ എഴുതിയല്ലോ. അപ്പോൾ ഞാൻ അത് എഴുതി അപ്രീഷിയേറ്റ് യു ഡിയർ ബ്രദർ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ ഇൻബോക്സിൽ കയറിയിട്ട് എനിക്ക് എൻ്റെ ഒത്തിരി ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോൾ മോനെ ഏത് സഭയിലാ മുമ്പിൻ്റെ കോഴ്സ് ഇവിടെയാ സഭ സാറേ സാർ എൻ്റെ ഓഫീസറാണ്. ഞാൻ ചോദിച്ചു ചർച്ച കൂടുതലാണോ? ചർച്ച കൂടുതൽ ഇത്ര പിള്ളേരുണ്ടല്ലോ സ്വതന്ത്രം ചർച്ച കൂടുതലാണ്. പിന്നെ അവൻ്റെ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയ്ക്ക് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളൊന്നും എത്തില്ല, കോവിഡായിട്ട് കുറേ ചർച്ച എന്ന് വന്നാലും അതൊരു വെയിറ്റ് ചെയ്ത് നോക്കി. ഞാനും സാമ്പത്തിക പാസ്റ്ററും മാത്യു പാസ്റ്ററും അല്ലേ ഞങ്ങളെല്ലാം കൂടെ പ്രതിഷ്ഠയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. എനിക്ക് പരിചയമില്ല, അവരെ ആദ്യം കണ്ടില്ല, എൻ്റെ ഭാര്യ പരിചയമില്ല, മാതാപിതാക്കളെ പരിചയമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒട്ടിക്കുന്നത് കണ്ടു. പ്രിയമുള്ളവരെ, പോളെ ബെൻസി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ ഉന്നത നിലവാരത്തിലെത്തി, ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു, ഉന്നത ശമ്പളം വാങ്ങുന്നു, പക്ഷേ മാതാപിതാക്കൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾ കൊടുത്തേ മതിയാകുള്ളൂ. അങ്ങനെ ആരൊക്കെ മാതാപിതാക്കളെ കരുതിയിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ, അവരൊക്കെ ദൈവം അനുഗ്രഹിക്കുവാനും ഇടയായിട്ടുണ്ട്. രണ്ടാമത് അക്സെപ്റ്റ് ഈച്ച് അതർ, പരസ്പരം അംഗീകരിക്കണം. മീൻസ് ഇച്ചിരി കട്ടിയാണ്. ഇതൊരു TPMലേക്കാണ് പോകുന്നത്. സ്വതന്ത്രം അവിടെ ചില നിയമങ്ങളൊക്കെ വേറെയുണ്ട്. എൻ്റെ അപ്പ ചർച്ച കൊണ്ടില്ലാന്ന് ചർച്ച കൊണ്ട് മാനസിക ജനിച്ചുകൊള്ളവർ എനിക്കൊക്കെ ഇതെന്ന് പറഞ്ഞാൽ പോകുന്ന പ്രശ്നമാണ്. മനസ്സിലായിട്ട് ഞാൻ TPMലോട്ടാണ് പോകുന്നത്. ലണ്ടൻ TPMലാകുമ്പോൾ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഈ ലണ്ടൻ TPM കൊണ്ടുവരും സ്വതന്ത്രം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോകാം, ഞാൻ പോകണം, ഞാൻ പറയത്തില്ല നിങ്ങൾ TPM പോകണം സ്വതന്ത്രം. പക്ഷേ ഒരു കാര്യം ഓർമ്മ, അടുത്ത ആഴ്ച TPMലോട് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോകത്തുള്ളൂ, അത് എങ്ങനെയാണെന്നുള്ള ഒക്കില്ല, നീ അക്സെപ്റ്റ് ചെയ്തേക്കത്തുള്ളൂ. ചർച്ച പോലെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നടക്കത്തില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യണം. നമ്മളെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ രണ്ടുകൂടെ സമയമായിരിക്കും ചിലപ്പോൾ പോകുന്ന സമയമായിരിക്കും. അക്സെപ്റ്റ് യുവർ പേരൻസ്. ബിൻസിയുടെ പേരൻസ് ഇന്ന് മുതൽ പോളെ നിന്റെ പേരൻസ് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സ്വന്തം മോനെ പോലെ കരുതുന്നത്, കാണാൻ ആഗ്രഹിക്കുന്നത് ബിൻസി, പോളിൻ്റെ മാതാപിതാക്കൾ, നിന്റെ മാതാപിതാക്കൾ ഇന്നും അവരെ എങ്ങനെ മാതാപിതാക്കളെ അറിയൂ അതുപോലെ നീ അവരെ കരുതണം. നിങ്ങൾക്കൊരു ബ്രദറുണ്ട് എബി, സ്വതന്ത്രം ബിൻസി ചേച്ചി നാരിനെ വിളിക്കുന്നല്ലേ? സ്വതന്ത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ജോലി ചെയ്തൊരു സഹോദരൻ എബി, അവൻ നിന്റെ സഹോദരൻ പോലെ നിന്റെ സഹോദരനായി കാണാൻ നിനക്കിടയായിരുന്നു.